ഇദ്ദേഹം പ്രാർത്ഥിച്ചു സൗഖ്യത്തിന് വേണ്ടി. അത് ഇദ്ദേഹത്തിന് ഹീറാ ഗുഹയിൽ വന്ന ആ ഒരു സ്വരൂപം അതെന്താന്ന് എനിക്കറിയത്തില്ല. ഏതോ ഒരു ഒരു ശക്തി, ചിലപ്പം എന്താന്ന് എനിക്കറിയത്തില്ല, പിശാചോ ഏതോ ഒരു ആത്മാവ് അത് വന്ന് ഈ മുഹമ്മദിൻ്റെ കട്ടിലിൻ്റെ കീഴെ കട്ടിലിൻ്റെ അവിടെ വന്നിരുന്നുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. എന്നിട്ടും അള്ളാഹുവിന് സൗഖ്യമാക്കാൻ പറ്റുന്നില്ല. ഇതൊന്നും കഴിഞ്ഞ് അള്ളാഹുവിന് സൗഖ്യമാകാൻ പറ്റാതെ അവസാനം മരിക്കുമ്പോൾ യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും പ്രായിക്കൊണ്ട് മരിക്കുന്നു. ഇതാണ് മുഹമ്മദിൻ്റെ അവസ്ഥ. അതേസമയം ഈസ നോക്കി നോക്ക്. ഈസായെ ഖുറാൻ അനുസരിച്ച് ഈസായെ മരണത്തിന് പോലും അള്ളാഹു ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല. അത്ര ശ്രേഷ്ഠമായിട്ടാണ് അള്ളാഹു കരുതിയത്. പക്ഷെ ഖുറാൻ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ശ്രേഷ്ഠനായിട്ടിരിക്കുന്നത് ഈസയാണ്, മുഹമ്മദ് അല്ല. അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇങ്ങനെ കാര്യങ്ങൾ ചിന്തിക്കാത്തത് കൊണ്ടുള്ള അബദ്ധങ്ങളാണ് ഇവർക്കിവിടെ സംഭവിക്കുന്നത്. ഇവർ അന്ധവിശ്വാസികളാണ്. ഇപ്പം ഇവർ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പറയും, ഞങ്ങൾ യേശുവിനെ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ യേശുവിനെ വിശ്വസിക്കുന്നത്? ഖുറാൻ പറയുന്ന കാര്യമല്ലാതെ ഇവർ മറ്റൊന്നും വിശ്വസിക്കുന്നില്ല. യേശുവിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ വാക്കുകൾ നമുക്ക് ഗോസ്പലിനകത്ത് കിട്ടത്തുള്ളൂ, അതാണ് വിശ്വസിക്കേണ്ടത്. അല്ലാതെ യേശു ക്രിസ്തു വന്നു കഴിഞ്ഞാൽ 600 വർഷം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഖുറാൻ അല്ല വിശ്വസിക്കേണ്ടത്. ചിന്തിക്കുന്നില്ല. ചിന്തിക്കാത്തൊരു ജനസമൂഹമാണ്, അന്ധവിശ്വാസികളാണ്. അതാണ് ഇവരുടെ ഏറ്റവും വലിയത്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഖുറാൻ ശരിക്ക് അവലോകനം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഖുറാനകത്ത് ശരിക്കും പറഞ്ഞ മുഹമ്മദ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറേ ഇല്ല. ഖുറാനകത്ത് എല്ലായിടത്തും നബി 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 എന്നേ പറയുന്നുള്ളൂ. ഈ നബി ആരും ആകാം. അത് മൂസ നബി ആകാം, അത് ഇബ്രാഹിം നബി ആകാം, അത് ഈസാ നബി ആകാം, ആരും ആകാം. പിന്നെ ബ്രാക്കറ്റിലാണ് മുഹമ്മദ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ രണ്ടിടത്ത് ഉള്ളൂ മുഹമ്മദ് എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട്. അതിനകത്ത് മുഹമ്മദ് എന്ന് പറഞ്ഞ് രണ്ട് പ്രാവശ്യം പറയുന്നുണ്ട്. പക്ഷെ അത് അതിൻ്റെ ഒറിജിനൽ സ്ക്രിപ്റ്റിൽ മഹ്മദ് എന്നാണ്. അതിൻ്റെ അർത്ഥം സ്തുതിക്കപ്പെട്ടവെന്ന് മാത്രമേ ഉള്ളൂ. അതൊരു ക്യാരക്ടറൊന്നുമല്ല. ഇതൊരു മുഹമ്മദ് എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ്, ഒരു ക്യാരക്ടർ ആണെങ്കിൽ അദ്ദേഹം എവിടെ ജീവിച്ചെന്നുള്ള കാണണമല്ലോ, ഏത് സ്ഥലം, ജിയോഗ്രഫി കാണണമല്ലോ ഈ പുസ്തകത്തിനകത്ത്, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ കാണണമല്ലോ. ഇതൊന്നുമില്ല. എന്തുകൊണ്ടില്ല? കാരണം ഈ മുഹമ്മദ് എന്ന് പറയുന്ന ഖുറാൻ ഉദ്ദേശിക്കുന്നത് ഒരു ക്യാരക്ടർ, ഒരു മനുഷ്യനല്ല. അതായത് 7-ാം നൂറ്റാണ്ട് ഇവർ വിശ്വസിക്കുന്ന പോലെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനെ അല്ല ഈ ഖുറാൻ ഉദ്ദേശിക്കുന്നത്. ഖുറാൻ ഉദ്ദേശിക്കുന്നത് വാഴ്ത്തപ്പെട്ടവൻ, സ്തുതിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ ഈസാ നബി. അതാണ് ഖുറാൻ ആക്ച്വലി മഹ്മദ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവർ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവരെ മനഃപൂർവ്വമായി തെറ്റിദ്ധരിപ്പിച്ച് ഇവരുടെ പണ്ഡിതന്മാർ ഈ മതത്തിനകത്ത് കെട്ടിയിട്ടിരിക്കുകയാണ്. അതാണ് ഇവരുടെ അവസ്ഥ എന്ന് പറഞ്ഞത്. അല്ല ബ്രദറെ, ഇത് ഈ ഈ ബ്രാക്കറ്റിൽ എഴുതിയേക്കുന്നത് നമുക്കത് കൺസിഡർ ചെയ്യേണ്ട കാര്യമുണ്ടോ? കാരണം ഇത് ദൈവത്താൽ ഇറക്കപ്പെട്ടിരിക്കുന്ന ഗ്രന്ഥമല്ലേ. അപ്പൊ അത് മനുഷ്യന്റെ കൈകടത്തലുള്ളതല്ലേ ഈ ബ്രാക്കറ്റ് വരുമ്പോ? സഹോദര, ഇത് ആരാണ് ചിന്തിക്കേണ്ടത്? നമ്മൾ ക്രിസ്ത്യാനികളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇത് വായിക്കുന്ന യുവമാരല്ലേ ഇത് ചിന്തിക്കേണ്ടത്. യുവമാര് കൈകട നാസർക്കരണ്ടൊന്ന് ചോദിച്ചാലോ? ചോദിച്ചു നോക്ക്. ഇത് ഈ ബ്രാക്കറ്റിൽ ഒന്ന് എന്തിനാണ് വിളിക്കോ? നമ്മള് ഒന്ന് ബ്രാക്കറ്റ് വിളിക്കാവോ? ഇല്ലാതെ നിങ്ങൾ ഖുറാൻ വായിച്ചു നോക്കിയിട്ടുണ്ടോ? നോ ആ, സെൻസ്. ഇത് ഒരു സെൻസ് ഇല്ല. ഇത് ചോദിച്ചു. പറയുന്നത് എന്താന്ന് ഒന്നും മനസ്സിലാകത്തില്ല ബ്രാക്കറ്റ് ഇല്ലാതെ. ഈ ബ്രാക്കറ്റ് ആരാണ് എഴുതി വെച്ചത്? മനുഷ്യരാണ്. നാസർക്കാനെ ഒന്ന് വിളിക്കുവോ നിങ്ങൾ ആരെങ്കിലും? ഇത് ചിന്തിക്കേണ്ടത് ഇവരാണ്. നമ്മൾ ക്രിസ്ത്യാനികൾ വന്നിട്ടല്ല ഇത് പറഞ്ഞു കൊടുക്കേണ്ടത്. ഞാൻ അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം വരുമോ, വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഉത്തരം തരുമോ എന്ന് നമുക്കറിയത്തില്ല. കാരണം ചിന്തിക്കാത്തൊരു ജനസമൂഹമാണ് ഇവര് ചിന്തിക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഭൂമിയിൽ എന്ത് സമാധാനം ഉണ്ടായേനെ. നമുക്ക് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഒരു കടന്നു പോകും. ഓക്കെ. ഓക്കെ. അപ്പൊ കൈപൊക്കിയാ നാസം, ഞാൻ താഴോട്ട് മൂവ് വേണേ. അല്ല ബ്രദറെ, അപ്പൊ ഒരു സംശയം. ഈസാ നബിയെ കുറിച്ചാണ് ഈ ഖുറാനിൽ എഴുതിയിരിക്കുന്നതെങ്കിൽ നമ്മള് മുഹമ്മദിനെ അങ്ങ് മാറ്റി വെക്ക്, ആണ് മൊത്തം എഴുതിയിരിക്കുന്നെങ്കിൽ അതിനകത്ത് ഈ തെറ്റുകൾ വന്നിട്ടില്ലേ? വേറൊരുത്തിനെ കൊല്ലണം, ഈസ നമ്മുടെ യേശു ക്രിസ്തുവായിട്ട് കൂട്ടിക്കെട്ടേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും യേശു ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലല്ലോ. ഒരു ഖുറാന്റെ
സൂറ മാഇദ ഈസ 5-ന്റെ ഒരു കള്ളനായിരുന്നു 33-ൽ. തോമസിച്ച. ഈസ ഒരു കള്ളനായിരുന്നു. പുള്ളിയുടെ കണ്ണിന്റെ മുൻപിൽ ഒരു മോഷണം നടന്നത് കണ്ടിട്ട് മോഷ്ടാവിനോട് ഈസ ചോദിക്കുകയാണ്, നീ മോഷ്ടിച്ചോ? അപ്പം ഈ മോഷ്ടാവ് പറയുകയാണ്, ഇല്ലില്ല, ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു. അപ്പൊ ഈസ പറയാ, ഞാൻ എന്റെ കണ്ണിൽ വിശ്വസിക്കുന്നില്ല, ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു മോഷ്ടാവിനെ പറഞ്ഞു വിട്ട ഒരു മഹാകള്ളനാണ് ഈസ. ഈസയെ നമുക്ക് എടുക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ എന്നാൽ ഈസയുടെ പ്രവർത്തികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ പുസ്തകത്തിനകത്ത് തന്നെ മുഹമ്മദിനെ കാട്ടിൽ ഇച്ചിരെങ്കിലും മാന്യതയുള്ള വ്യക്തി എന്ന് പറയുന്ന ഈസയേ ഉള്ളൂ. അള്ളാഹുവിന് ഇന്നും പുള്ളിക്കാരൻ ഇന്ന് സക്കാത്ത് കൊടുത്തോണ്ടിരിക്കുക ഈസ. അങ്ങനെ പല ഉടായ്പകൾ ഈസയും മുഹമ്മദും കമ്പയർ ചെയ്ത് നോക്കിയാൽ പോലും മുഹമ്മദിന് ഒരു മാന്യതയും ഇല്ല. മുഹമ്മദ് വെറും മ്ലേച്ഛനും വൃത്തികെട്ടവനുമാണെന്ന് നമുക്ക് ഇവരുടെ പുസ്തകത്തിൽ നിന്ന് തന്നെ തെളിയിക്കാൻ പറ്റും. ഈസയുടെയും മുഹമ്മദിന്റെയും കമ്പാരിസൺ നമ്മൾ ചെയ്ത് നോക്കിയാൽ മുഹമ്മദ് വേറും വൃത്തികെട്ടവനും നാറിയുമാണെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റും ഇവരുടെ പുസ്തകത്തിൽ നിന്ന്. അങ്ങനെ അല്ല, നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റത്തില്ല എന്ന് പറയാൻ കഴിവുള്ള ഏതെങ്കിലും മുസ്ലിം ഉണ്ടെങ്കിൽ അവന് കയറി വന്നിട്ട് സംസാരിക്കാം. നമുക്ക് അവസരം കൊടുക്കാം, ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അതെ അതെ തോമസ് ബ്രദറെ, ഇത് 750 AD ജോൺ ഓഫ് ദമാസ്കസ് ഈ ഖുറാനെയും മുഹമ്മദിനെയും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ജോൺ ഓഫ് ദമാസ്കസ് മുഹമ്മദിനെ അല്ലെങ്കിൽ ഇസ്ലാമിനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അദ്ദേഹം ഒരിക്കലും ഇസ്ലാം എന്ന് അഡ്രസ്സ് ചെയ്തിട്ടില്ല. അദ്ദേഹം അഡ്രസ്സ് ചെയ്തത് ക്രിസ്ത്യൻ ഹെറിറ്റിക് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇതിനെ അഡ്രസ്സ് ചെയ്തത്. ഒരു ക്രിസ്ത്യൻ ഹെറിറ്റിക് വിഭാഗം എന്നുള്ള രീതിയിലാണ് ജോൺ ഓഫ് ദ ഡമാസ്കസ് ഈ ഇസ്ലാമിനെ അഡ്രസ്സ് ചെയ്തത്. കാരണം അന്ന് ഇസ്ലാം ഇല്ല, അന്നൊരു ക്രിസ്ത്യൻ ഹെറിറ്റിക്കാണിത്. അപ്പോൾ അദ്ദേഹം ഇത് ചെയ്തപ്പോൾ അദ്ദേഹം അറബിയ എന്നുള്ള ഈ മുഹമ്മദിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് അതിനകത്ത് അദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന് 4 പുസ്തകങ്ങളുണ്ടായിരുന്നു. ഒന്ന് പശു, സ്ത്രീ, ടേബിള്, ക്യാമൽ. പക്ഷേ ഈ ക്യാമൽ എന്നുള്ള പുസ്തകം ഇന്ന് ഖുറാനകത്തില്ല. ഈ 4 പുസ്തകങ്ങളെ അന്നുള്ളൂ. ഈ ജോൺ ഓഫ് ദ ഡമാസ്കസ് ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ 4 പുസ്തകങ്ങളെ അന്നുള്ളൂ. ഈ 4 പുസ്തകങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു ക്രിസ്ത്യൻ ഹെറിറ്റിക്കിനെയാണ് അദ്ദേഹം അന്ന് ക്രിട്ടിസൈസ് ചെയ്ത് അദ്ദേഹം എഴുതിയത്. അദ്ദേഹം ഒരു പ്രീസ്റ്റായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അന്ന് ഖുറാനിന് 4 പുസ്തകങ്ങളേ ഉള്ളൂ. അത് പശു, സ്ത്രീ, ടേബിള്, മേശ, പിന്നെ ക്യാമൽ. പക്ഷേ ഇന്ന് ഖുറാനകത്ത് ഈ ക്യാമൽ മിസ്സിങ് ആണ്. ഈ 4 പുസ്തകം കൊണ്ട് വരുന്ന ഈ അറബിയയിലെ മുഹമ്മദിനെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ക്രിസ്ത്യൻ ഹെറിറ്റിക് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്ന തീർച്ചയായിട്ടും സൂറ ബക്രയിലും അതുപോലെ സൂറ 9-ലൊക്കെ വരുന്ന അൾട്രാ വയലൻ്റ് വേഴ്സസ് ഉണ്ട്. ഈ വേഴ്സസ് വരുന്നത് തീർച്ചയായിട്ടും ലേറ്റർ അഡീഷൻസ് ആണ്. 8ഉം 9ഉം 10ഉം നൂറ്റാണ്ടുകളിൽ ഇതിനകത്ത് ആഡ് ചെയ്ത അഡീഷൻസ് ആണ്. തീർച്ചയായിട്ടും ആ സൂറകളൊക്കെ വയലൻ്റ് സൂറകൾ എന്നൊക്കെ പറയുന്നത് ലേറ്റർ അഡീഷൻസ് ആണ് ഈ ഖുറാൻ. നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഖുറാൻ ഒരിക്കലും ഇവർ പറയുന്ന പോലെ 23 വർഷം കൊണ്ട് ഒരു മനുഷ്യനുണ്ടായതൊന്നുമല്ല. ഇത് ഏകദേശം ഏറ്റവും കുറഞ്ഞത് 300 വർഷങ്ങൾ കൊണ്ട് പതുക്കെ പതുക്കെ ആഡ് ചെയ്ത് ഉണ്ടായ ഒരു പുസ്തകമാണ്, ഇവോൾവ് ചെയ്തുണ്ടായ ഒരു പുസ്തകമാണ് ഖുറാൻ എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഒരൊറ്റ ഇതുകൊണ്ട് 23 വർഷം കൊണ്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ എഴുതി ഉണ്ടാക്കിയ പുസ്തകമൊന്നും അല്ല ഈ ഖുറാൻ. 300 വർഷങ്ങൾ കൊണ്ട് പതുക്കെ പതുക്കെ ഇവോൾവ് ചെയ്തുണ്ടായ ഒരു പുസ്തകമാണ് ഈ പുസ്തകം. അപ്പോൾ അതിനകത്ത് പലപ്പോഴും ഈസയെക്കുറിച്ച് പറയുന്നതും അതിനകത്ത് ഇങ്ങനെ വരുന്ന വേഴ്സസ് ഒക്കെ ലേറ്റർ അഡീഷൻസ് ആയിട്ടുള്ള വേഴ്സസ് ആണ്. ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ മെക്ക എന്ന് പറഞ്ഞ് പേരെടുത്ത് പറഞ്ഞിട്ടുള്ളത് ഒരേ ഒരു ആയത്തിൽ മാത്രമേ ഉള്ളൂ. എനിക്ക് സൂറ 47-ലാന്ന് തോന്നുന്നു. ഒരിടത്ത് മാത്രമേ മെക്ക എന്ന് പേരെടുത്ത് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എല്ലായിടത്തും ഈ നബിയുടെ നഗരം അല്ലെങ്കിൽ പ്രവാചകൻ്റെ ഇങ്ങനെ പറയുന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഒരിടത്ത് ബെക്ക എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം പഴയ നിയമ പുസ്തകത്തിൽ ഇതനുസരിച്ചും ജൂവിഷ് ട്രഡീഷൻസ് ഇതനുസരിച്ചും ബെക്ര എന്ന് പറയുന്നത് ഇന്നത്തെ ജോർദാനിലെ ബെക്ക എന്ന് പറയുന്ന സ്ഥലം ഇന്നത്തെ ജോർദാനിലെ പെട്ര എന്ന് പറയുന്ന സ്ഥലമാണ് പഴയ നിയമത്തിലെ ബെക്ക, അതായത് വാലി ഓഫ് വീപ്പിംഗ്. അതായത് ജൂയിഷ് ട്രഡീഷൻ അനുസരിച്ച് വിശ്വസിക്കുന്നത് അബ്രഹാം കൊണ്ട് തൻ്റെ ദാസിയെ കൊണ്ട് ഉപേക്ഷിച്ച സ്ഥലമാണ് ഇത്. അപ്പം അബ്രഹാം ഇസ്മായിലിനെ ദാസിയെ ഉപേക്ഷിച്ച് പോകുമ്പോൾ ആ ദാസി അവിടെ നിന്ന് കരയുന്നുണ്ട്. അങ്ങനെയാണ് ആ വാലിക്ക് ആ പേര് വന്നത്, ബെക്ക എന്ന് പറഞ്ഞ പേര് വന്നത്, വാലി ഓഫ് വീപ്പിംഗ് എന്നുള്ള പേര് വന്നത്. അത് ജൂയിഷ് ട്രഡീഷൻ അനുസരിച്ച് ഇന്നത്തെ പെട്രയാണ്. ഖുറാനകത്ത് ബെക്ക എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് ഇന്ന് പെട്രയാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാലും ആർക്കിയോളജിക്കൽ എവിഡൻസ് വെച്ച് ഖുറാൻ ആദ്യത്തെ ഇവരുടെ കിബ്ല എല്ലാം ഫേസ് ചെയ്യുന്നത് പെട്രയാണ്. ഒരിടത്ത് മാത്രമേ മെക്ക എന്ന് പറയുന്നുള്ളൂ. പക്ഷെ നമ്മൾ
ഹിസ്റ്റോറിക്കൽ ട്രേഡ് റൂട്ട് ഇതനുസരിച്ച് നോക്കുമ്പോൾ 740 ആദ്യമായിട്ട് മെക്ക എന്ന് പറയുന്ന ഈ സ്ഥലത്തെക്കുറിച്ചുള്ള പരാമർശം വരുന്നത്. ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ ട്രേഡ് റൂട്ട് വരുന്നത് 9th സെഞ്ചുറിയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഖുറാനിൽ മെക്ക എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലം ആഡ് ചെയ്യുന്നത് ലേറ്റർ അഡീഷൻസ് ആണ്, 9th സെഞ്ചുറിയിൽ ആഡ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്ത് വരുന്നതാണ് ഈ പുസ്തകം എന്ന് പറഞ്ഞത്. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു ചോദ്യം കേട്ടോ, ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ചോദ്യമാണ്. ഇവരെപ്പോഴും നമ്മളോട് ചോദിക്കുന്നതാണ്, നമ്മുടെ ബൈബിള് എപ്പോഴും തിരുത്തിയതാണെന്ന് പറയുമല്ലോ. പക്ഷെ എനിക്ക് 1-ാം നൂറ്റാണ്ടില് എനിക്ക് തോന്നുന്ന കുമ്രാൻ ചുരുളുകൾ ഹിസ്റ്റോറിക്കലായിട്ട് എബ്രാം ബ്രദറിന് അറിയാവുന്നതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവര് എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. അല്ലെ കുമ്രാൻ ചുരുൾ അല്ലെ ചാവുകടൽ ചുരുളുകൾ എന്ന് പറയുന്ന സാധനം എനിക്ക് തോന്നുന്നു AD 1-ാം നൂറ്റാണ്ടിൽ തന്നെ എഴുതിയതാ. പിന്നെ നമ്മുടെ പുതിയ നിയമം എനിക്ക് തോന്നുന്നു ചെറിയ ചെറിയ ഫ്രാഗ്മെന്റ്സ് 2-ാം നൂറ്റാണ്ടിലും 3-ാം നൂറ്റാണ്ടിലും ആയപ്പോഴത്തേക്കും നമ്മുടെ ബൈബിള് ഓൾറെഡി ക്രോഡീകരിച്ചു ഒരു പുസ്തക രൂപത്തിലൊക്കെ ഇറങ്ങി അതിന്റെ ഇത് കൈയെഴുത്ത് പ്രതികൾ ഇപ്പോഴും അവൈലബിൾ ആണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവര് പറയുന്ന ഇതെല്ലാം തിരുത്തിയതാ, ശരി, നമ്മൾ അങ്ങ് സമ്മതിച്ചു, അവിടെ അതങ്ങ് മാറ്റി വെക്കുക. ഇവരുടെ ഖുറാൻ 600 AD 600-ലല്ലേ വരുന്നത് എന്ന് പറഞ്ഞാൽ 6th സെഞ്ചുറി ആണല്ലോ ഈ മുഹമ്മദ് എന്ന് പറഞ്ഞ ആള് വരിക. എന്നാണ് ഈ ഖുറാന്റെ ഒരു കൈയെഴുത്ത് പ്രതി ഇപ്പൊ ഇവരുടെ ഇപ്പൊ നിലവിൽ ഏതെങ്കിലും രാജ്യത്തുണ്ടോ? അത് എന്നുള്ളതാണുള്ളത്. സഹോദര, രണ്ട് കാര്യമുണ്ട്. ഒന്നാമത്തെ ബൈബിളിനെ കുറിച്ചുള്ള, കാരണം ബൈബിള് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കറപ്റ്റ് ചെയ്യാൻ ഇമ്പോസിബിൾ ആണ്. അത് നമുക്ക് പഴയ നിയമ പുസ്തകം ഒട്ടും കറപ്റ്റ് ചെയ്തിട്ടില്ലെന്നുള്ളത് ഡെഡ് സീ സ്ക്രോളിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഡെഡ് സീ സ്ക്രോള് ഡേറ്റ് ചെയ്തിരിക്കുന്നത് 3rd BC to 1st BC അത് ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ 3rd BC to 1st BC ഉള്ള അന്നത്തെ ആ ഡെഡ് സീ സ്ക്രോളും ഇന്നത്തെ പഴയ നിയമ പുസ്തകം കൂടെ നമ്മൾ നോക്കുമ്പോൾ 99.97% ആക്യുറേറ്റ് സെയിം ആണ്. 0.03% ഡിഫറൻസ് ഉണ്ട്. സ്ക്രൈബൽ ഇറൻസ് ആണ്, അതായത് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ആണ്. അതുകൊണ്ട് അത് കൃത്യമായിട്ട് അത് വെരിഫൈ ചെയ്തു. പിന്നെ പുതിയ നിയമത്തിൻ്റെ പുസ്തകത്തിൻ്റെ കാര്യം വരുമ്പോൾ ആദ്യം യേശു ക്രിസ്തു മരിച്ചു കഴിഞ്ഞ് ഏകദേശം വിത്തിൻ 3 മാസത്തിനുള്ളിലാണ് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി പറയുമ്പോൾ പത്രോസും ശീലാസും യഹൂദന്മാരുടെ ദേവാലയത്തിൽ നിന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ ക്രൂശിച്ച യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നുണ്ട്. അതായത് അത് വേദപണ്ഡിതന്മാർ പറയുന്നത് ദാറ്റ് ഹാപ്പൻ വിത്തിൻ 3 months എന്നുള്ളത്. സ്റ്റീഫൻ മരിക്കുന്നത് വിത്തിൻ 3 months എന്നുള്ളതാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചവർ ജീവിച്ചിരിക്കുമ്പോൾ അതേ പുരോഹിതന്മാരുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് പത്രോസ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ പറയുന്നത് കള്ളമായിരുന്നെങ്കിൽ അവർക്ക് അപ്പം തന്നെ അവരെ ചൂണ്ടിക്കാണിച്ച് അവരെ കൊല്ലായിരുന്നു. പത്രോസിനെയും ഈ ശിഷ്യന്മാരെ അവിടെ വെച്ച് തന്നെ കൊല്ലായിരുന്നു. അവർക്ക് തിരിച്ച് പറയാൻ മേലാത്തതിൻ്റെ കാരണം ഈ ഉയർത്തെഴുന്നേൽപ്പ് നടന്നെന്നുള്ളതാണ്. പിന്നെ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുണ്ട്. അത് കഴിഞ്ഞ് ഇവർ പീഡനം കാരണം ഇവർ ജെറുസലേം വിട്ടുപോവുകയും അവരൊരു സഭയായിട്ട് ഇങ്ങനെ മാറി മാറി താമസിക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ അന്ന് അവർക്ക് ഈ യേശുക്രിസ്തുവിനെ കണ്ട ശിഷ്യന്മാർ, കാണുകയും തൊടുകയും ചെയ്ത ശിഷ്യന്മാർ അവരുടെ കൂടെ ഉള്ളത് കൊണ്ട് അവർക്ക് വചനത്തിൻ്റെ ആവശ്യമില്ല, അതായത് പുതിയ നിയമത്തിൻ്റെ കൈയെഴുത്ത് പ്രതികളുടെ ആവശ്യമില്ലായിരുന്നു. പിന്നെ എന്താ പറ്റിയത്? പിന്നെ പൗലോസിൻ്റെ ആവിർഭാവത്തോടെ ഈ യഹൂദന്മാർ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. അതായത് റോമ സാമ്രാജ്യം എവിടെയുണ്ടോ അവിടെ എല്ലാ യഹൂദന്മാർ ചെതറിപ്പാർത്തിരുന്നു. അപ്പോൾ അങ്ങനെ ചെതറിപ്പാർത്തുന്ന അവസ്ഥയിൽ അവരുടെ ഇടയിലേക്കെല്ലാം ഈ സുവിശേഷം എത്തി. അങ്ങനെ എത്തിയപ്പോൾ റോമിൽ നിന്നുള്ളവർ ഈ ശിഷ്യന്മാർ അവരുടെ പര്യടനം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അവർക്ക് യേശുവിനെ കുറിച്ച് പറയാനൊന്നുമില്ല, അല്ലെങ്കിൽ സംസാരിക്കാൻ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ അവർ ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള എഴുത്തുകൾ വേണമെന്ന് ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശിഷ്യന്മാർ ആദ്യമായിട്ട് അതായത് ഗോസ്പൽസ് എഴുതാൻ തുടങ്ങിയത്. അങ്ങനെ ഗോസ്പൽസ് എഴുതാൻ തുടങ്ങിയ ആ ഗോസ്പൽസ് ഇവർ പോയോടത്തെല്ലാം ഇവർ ഷെയർ ചെയ്തു. അപ്പോൾ അത് ചർച്ചിൽ 1st സെഞ്ചുറി 2nd സെഞ്ചുറിയിലും എഴുതപ്പെട്ടവരുടെ നെയിമിലാണ് അറിയപ്പെട്ടത്. അത് അറിയപ്പെട്ടത് 4 പേരുടെ പേരിലാണ്. അതായത് മത്തായി എഴുതിയ സുവിശേഷം, മർക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം, യോഹന്നാൻ, ഈ പേരിലാണ് അറിയപ്പെട്ടത്. ആ പേരിൽ അറിയപ്പെട്ടത് കൊണ്ട് ലേറ്റർ സമയത്ത് ഇത് ക്രോഡീകരണം വന്നപ്പോൾ ഏത് പേരിൽ അറിയപ്പെട്ടോ ആ പേരിൽ തന്നെ ഗോസ്പൽസ് ക്രോഡീകരണം നടത്തി.
ഇങ്ങനെ ചെയ്തപ്പോൾ ഈ സഭ എവിടെയെല്ലാം പോയോ അവിടെയെല്ലാം ഈ കൈയെഴുത്ത് പ്രതികൾ കൊടുക്കുകയും എവിടെയെല്ലാം സഭയുണ്ടോ അവിടെയെല്ലാം ആൾക്കാർ ഇത് കോപ്പി ചെയ്തു, കൈയെഴുത്ത് പ്രതികൾ കോപ്പി ചെയ്തു. അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് കോപ്പി ചെയ്തത് പാർഷമെന്റിലാണ്, അതായത് പേപ്പറിലാണ്. ഈ പേപ്പറിൽ എഴുതുമ്പോൾ പാർഷമെന്റ്, അന്നത്തെ ഈ പാർഷമെന്റ് എന്ന് എഴുതുമ്പോൾ വി നെവർ എക്സ്പെക്ട് ഇറ്റ് ടു സർവൈവ് മോർ ദാൻ 100. അത് 100 വർഷത്തിൽ കൂടുതൽ സർവൈവ് ചെയ്യാൻ ഒരു ചാൻസും ഇല്ല, നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ തോലിൽ എഴുതുവാണെങ്കിൽ അത് നൂറ്റാണ്ടുകളോളം അത് നിലനിൽക്കും. അത് സൂക്ഷിക്കുവാണെങ്കിൽ നമുക്ക് ഇന്ന് കുമ്രാനിലെ ഇത് കിട്ടി, എത്ര വർഷത്തെ 2000 വർഷത്തെ പഴക്കമുണ്ടല്ലോ അത്. അത് കാരണം അത് ഡെസേർട്ടിൽ അത് മൺപാത്രങ്ങളകത്ത് അടച്ച് എയർ ടൈറ്റ് സീലായിട്ടിരുന്നുകൊണ്ട് ഇത്രയും വർഷം അത് സർവൈവ് ചെയ്തു. അതുപോലെ പേപ്പർ സർവൈവ് ചെയ്യത്തില്ല, പേപ്പർ 100 വർഷത്തിൽ കൂടുതൽ സർവൈവ് ചെയ്യത്തില്ല. അതേസമയം അങ്ങനെ നമുക്ക് കിട്ടിയാലും നമ്മൾ തൊടുതൊടൻ തന്നെ അത് പൊടിഞ്ഞു പോകും, ഒരിക്കലും കിട്ടത്തില്ല. അതാണ് തോലും ഈ പാർഷമെന്റും തമ്മിലുള്ള വ്യത്യാസം. ഈ പുതിയ നിയമം മുഴുവൻ എഴുതിയത് പാർഷമെന്റിലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പൂർണ്ണ രൂപം നമുക്ക് ഇന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് സംഭവിക്കത്തില്ല, ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇത് ഇങ്ങനെ കൈയെഴുത്ത് പ്രതികൾ എവിടെയെല്ലാം ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു അവിടെയെല്ലാം ഇത് പടർന്നത് കൊണ്ട് ഇത് ഒരിടത്ത് വന്ന് ഒരാൾക്ക് ഇതൊരിക്കലും തിരുത്താൻ പറ്റത്തില്ല, കാരണം അതുപോലെ ഇത് പടർന്നുപോയി. അത് മാത്രമല്ലായിരുന്നു, ഈ ലോക്കൽ ചർച്ചുകൾ എവിടെയായിരുന്നോ അവിടെയൊക്കെ ഏതാണോ ലോക്കൽ ഭാഷകൾ ആ ഭാഷകളിലേക്കെല്ലാം ഇത് എഴുതപ്പെടും. അതായത് ഇത് അരാമിക്കിൽ നമുക്ക് ഏകദേശം 5000 കൈയെഴുത്ത് പ്രതികൾ നമുക്കിന്ന് അവൈലബിൾ ആണ്. നമ്മൾ ഓർക്കണം, നമ്മൾക്ക് ഒരു തെളിവും കിട്ടാൻ നമ്മൾ എക്സ്പെക്ടിങ് അല്ല, എന്നിട്ടും നമുക്ക് ഇന്നും കൈയെഴുത്ത് പ്രതികൾ നമുക്ക് ലഭ്യമാണ്. ഫ്രം ഫസ്റ്റ് സെഞ്ചുറി, ഫ്രം സെക്കൻഡ് സെഞ്ചുറി നമുക്ക് അരാമിക്കിൽ അവൈലബിൾ ആണ്, ലാറ്റിനിൽ അവൈലബിൾ ആണ്, ഗ്രീക്കിൽ അവൈലബിൾ ആണ്, ഹിബ്രുവിൽ അവൈലബിൾ ആണ്. ഇങ്ങനെ ഏകദേശം 4-5 ഭാഷകളായിട്ട് ഏകദേശം 25,000 കൈയെഴുത്ത് പ്രതികൾ, അതായത് ഗോസ്പൽസിൻ്റെ കൈയെഴുത്ത് പ്രതികൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്, 25,000. അതിൽ നിന്ന് തന്നെ ഇന്ന് ഭൂമിയിലുള്ള സകല വേദപുസ്തകവും നശിപ്പിക്കപ്പെട്ടാലും ഈ കൈയെഴുത്ത് പ്രതികളിൽ നിന്ന് തന്നെ നമുക്ക് 4 സുവിശേഷങ്ങൾ നമുക്ക് ഇന്ന് റിക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ എവിഡൻസ് ഉണ്ട് നമുക്ക്, അങ്ങനെ എവിഡൻസ് ഉണ്ട്. അതിനുശേഷം സെക്കൻഡ് സെഞ്ചുറി വരുമ്പോൾ സഭാപിതാക്കന്മാരുടെ എഴുത്തുകളുണ്ട്. സഭാപിതാക്കന്മാർ മറ്റ് സഭകളിലേക്ക് അയക്കുന്ന എഴുത്തുകളിനകത്ത് അവർ ഈ 4 സുവിശേഷം കോട്ട് ചെയ്തിട്ടുണ്ട്. ആ എഴുത്തുകളിനകത്തെ കോട്ടിങ് മാത്രം മതി നമുക്കിന്ന് 4 സുവിശേഷങ്ങൾ റിക്രിയേറ്റ് ചെയ്യാൻ. അതുപോലെയാണ് എവിഡൻസ്. സോ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ. നമ്മളിതൊന്ന് ഒരു കാര്യം ഒരു പുസ്തകം എടുക്കാം. ഇപ്പം ബെന്യാമിൻ്റെ ആടുജീവിതം, ഇത് പല ഭാഷകളിലേക്ക് തർജ്ജിമ ചെയ്തൊരു പുസ്തകമാണ്. ഈ പുസ്തകം ഇന്ന് കറപ്റ്റ് ചെയ്യാൻ പറ്റുമോ? മറ്റൊരാൾക്ക് എടുത്ത് കറപ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് അതുപോലെ വൈഡ് സ്പ്രെഡായി പല ഭാഷകളിലേക്ക് ഇത് തർജ്ജിമ ചെയ്തുകൊണ്ട് ഇത് കറപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് തന്നെയാണ് പുതിയ നിയമത്തിൻ്റെ അവസ്ഥ. ഇത് പല ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്തു, ആയിരക്കണക്കിന് 10,000-കണക്കിന് കോപ്പി. അത് കോപ്പി എന്ന് പറയുന്നത് നമ്മൾ എഴുതണം, കൈയും കൊണ്ടാണ് ഇവർ എഴുതുന്നത്. കൈയെഴുത്ത് പ്രതികൾ ഇങ്ങനെ തർജ്ജിമ ചെയ്തുകൊണ്ട് ഇത് ഒരു മനുഷ്യൻ ഒരിടത്ത് നിന്ന് ഇത് കറപ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അത് സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ഖുറാനിലേക്ക് വരാം. ഖുറാന് ശരിക്കും നമ്മൾ ഈ ക്രിസ്ത്യാനികളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 1-ാം സെഞ്ചുറിയിലെ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരുടെ മതമാണ്, പാവപ്പെട്ടവരുടെ വിശ്വാസമാണ്. അതുപോലെ തന്നെ അടിമകളുടെ വിശ്വാസമാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കുന്ന ഒരു ജനവിഭാഗമാണ് ക്രിസ്ത്യാനികൾ. നമുക്കറിയാം, ക്രിസ്ത്യാനികളാണെന്ന് ഒരാൾ പബ്ലിക്കായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുടുംബം തന്നെ അവനെ ഒറ്റുകൊടുക്കുകയും ഭരിക്കുന്നവർ അവനെ കൊല്ലും എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിലുള്ള കൊല്ലുകളല്ല, എണ്ണയിൽ മുക്കി തീ കൊളുത്തും, തൊലി മുഴുവൻ ഉരിഞ്ഞ് കൊല്ലും, സിംഹങ്ങളുടെയും കടുവകളുടെയും മുമ്പിൽ എറിഞ്ഞു കൊടുക്കും. അങ്ങനത്തെ വളരെ ക്രൂരമായിട്ടുള്ള വധശിക്ഷയ്ക്ക് വിധേയമാകും ഒരുത്തൻ ക്രിസ്ത്യാനിയാണെന്നറിഞ്ഞ. അങ്ങനെ ഒരു സമൂഹത്തിലാണ് ക്രിസ്ത്യാനിറ്റി ഇരിക്കുന്നത് നമ്മൾ ഓർക്കണം. അതായത് ഇവരുടെ കയ്യിൽ പൈസ ഇല്ല, ഇവരുടെ കയ്യിൽ ഇൻഫ്ലുവൻസ് ഇല്ല, പൊളിറ്റിക്കൽ പവർ ഇല്ല, ഒന്നുമില്ല. ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞ വിശ്വാസം അതിൻ്റെ ആ ശൈശവ സമയത്തിൽ വളരെ എല്ലാ ഇതിനും വളരെ ഇതായിട്ടിരിക്കുന്ന ഒരു സമയമാണ് ഫസ്റ്റ് സെഞ്ചുറി, സെക്കൻഡ് സെഞ്ചുറി. പിന്നെ തേർഡ് സെഞ്ചുറി കഴിഞ്ഞപ്പോഴാണ് ഇതിന്നൊരു ചെറിയ മാറ്റം സഭയ്ക്ക് വരുന്നത്. ഈ ആദ്യത്തെ 2 സെഞ്ചുറിയും സഭ അണ്ടർഗ്രൗണ്ടാണ്. അതായത് ഗവൺമെൻറ് ഇതിനെതിരാണ്, രാജഭരണം ഇതിനെതിരാണ്, ഈ വിശ്വാസത്തിനെതിരെയാണ്. എവിടെയെല്ലാം ക്രിസ്ത്യാനികളുണ്ടോ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കും, കൊല്ലും. അതേസമയം ഇസ്ലാമിൻ്റെ നമ്മൾ അവസ്ഥ നോക്കുകയാണെങ്കിൽ നേരെ തിരിച്ചാണ്. ഇസ്ലാമിൻ്റെ രാജാവിൻ്റെ മതമാണ് ഇസ്ലാം. അപ്പോൾ അവിടെയുള്ള സാധാരണ പൗരൻ അത് ഇസ്ലാം വിശ്വസിച്ചില്ലെങ്കിൽ അവൻ കൊല്ലപ്പെടും.
മനസ്സിലായില്ലേ? രാജാവിൻ്റെ വിശ്വാസമാണ് ഇസ്ലാം എന്ന് പറഞ്ഞ. ക്രിസ്ത്യാനിറ്റി നേരെ തിരിച്ചാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ വി എക്സ്പെക്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇസ്ലാമിന് ശരിക്കും 100% പ്രൂഫ് വേണം. ഇവന്മാർ പറയുന്ന പോലെ 100% പ്രൂഫ് വേണം. കാരണം ഈ ഇസ്ലാം വന്നതിന് ശേഷം ഈ 7th സെഞ്ചുറി തൊട്ട് സൗദി അറേബ്യ ഒരു നേഷൻസും അറ്റാക്ക് ചെയ്തിട്ടില്ല. ആരും ഇവരുടെ നേഷൻസ് ഇസ്ലാമിക് നേഷനെ അറ്റാക്ക് ചെയ്തിട്ടില്ല. 7th സെഞ്ചുറിയുടെ എൻഡ് ആയപ്പോഴത്തേന് ഫ്രം സ്പെയിൻ ടു അഫ്ഗാനിസ്ഥാൻ ഇവരുടെ കീഴിലായി. ഇത്രയും രാഷ്ട്രം, അതായത് ഭൂമിയിലെ അന്നത്തെ ഭൂമിയിലെ 1/3 ഭൂമി ഇസ്ലാമിക് ഈ ഭരണത്തിൻ്റെ കീഴിൽ വന്നു. ഇവർക്ക് യാതൊരു എതിരുമില്ല. ഇവരുടെ രാജാവിൻ്റെ മതമാണ് ഇസ്ലാം. അങ്ങനെ ഇരിക്കെ ഈ പറയുന്ന ഖുറാൻ അന്നത്തെ കയ്യെഴുത്ത് പ്രതികൾ ഇന്ന് ഇവർ കൊണ്ടു കിടക്കുന്ന ഹഫ്സിൻ്റെ കയ്യെഴുത്ത് പ്രതികൾ അതുപോലെ നമുക്ക് ലഭ്യമാണ്. കാരണം ഇവർ ആരെയും അറ്റാക്ക് ചെയ്തിട്ടില്ല. ഇവരുടെ എല്ലാ എവിഡൻസും സർവൈവ് ചെയ്തിരിക്കണം. ഇവർ പറയുന്നത് പോലെയാണ് യാഥാർത്ഥ്യമെങ്കിൽ ചെയ്തിരിക്കണം. നമ്മൾ എന്താണ് ഇവരുടെ ഹദീസിനകത്ത് കാണുന്നത്? ഇവരുടെ ഹദീസിനകത്ത് കാണുന്നത് മുഹമ്മദ് മരിക്കുന്ന സമയത്ത് ഖുറാൻ രേഖപ്പെടുത്തിയിട്ടില്ല, എഴുതപ്പെട്ടിട്ടില്ല. അതിനുശേഷം അബൂബക്കറിൻ്റെ കാലത്ത് ഉസ്മാൻ നിർബന്ധിച്ചതുകൊണ്ട് ഉമറിൻ്റെ നേതൃത്വത്തിൽ ഒരു ഖുറാൻ എഴുതപ്പെടുന്നു. ആ ഖുറാൻ എഴുതപ്പെട്ടിട്ട് അത് ഹഫ്സയുടെ കയ്യിൽ, മുഹമ്മദിൻ്റെ ഒരു ഭാര്യയുടെ കയ്യിൽ അത് ഏൽപ്പിക്കുന്നു. അതിനുശേഷം 20 വർഷം കഴിഞ്ഞ് ഉസ്മാൻ ഭരണത്തിൽ വരുമ്പോഴത്തേന് അദ്ദേഹം പറയുന്നു ഇതിനകത്ത് എന്തോ വൈരുദ്ധ്യമുണ്ട്. അപ്പോൾ അദ്ദേഹം പുതിയ ഖുറാൻ ഉണ്ടാക്കും. അതായത് 652 AD മുഹമ്മദ് മരിച്ചു കഴിഞ്ഞ് 20 വർഷം കഴിഞ്ഞപ്പോഴത്തേന് പുതിയ ഖുറാൻ ഉണ്ടാക്കുന്നു. എന്നിട്ട് ഈ ഉസ്മാൻ എന്താ ചെയ്തത്? അതുവരെയുള്ള എല്ലാ ഖുറാനും കത്തിച്ചു കളയുന്നു. നമ്മളൊന്ന് ചിന്തിക്കണം. ഇതിനകത്ത് തെറ്റുകളില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കത്തിച്ചു കളയുന്നത്? ഇത് ഇവരുടെ ട്രഡീഷൻ പറയുന്നതാണ്. എന്നിട്ട് പോട്ടെ, ഈ ഉസ്മാൻ്റെ ഖുറാൻ എവിടെ? അതാണ് നമ്മൾ ഇന്ന് ക്രിസ്ത്യാനികൾ ചോദിക്കുന്നത്. ഇവർ പറയുന്നു ഈ ഹഫ്സ് ഖുറാൻ, ഇവരിന്ന് ഉപയോഗിക്കുന്ന ഹഫ്സ് ഖുറാൻ ഒരിക്കലും മാറ്റത്തിരുത്തുകൾ വന്നിട്ടില്ല, ഇതൊരിക്കലും തിരുത്തപ്പെട്ടിട്ടില്ല, ഇതിനകത്ത് യാതൊരു കൈകടത്തലുമില്ല. ശരി, എങ്കിൽ ഈ ഉസ്മാൻ എഴുതിയ ഖുറാൻ കൊണ്ടുപോവാ. ആ ഖുറാൻ ഇന്നത്തെ ഖുറാനൂടെ രണ്ടും നമുക്ക് സൈഡ് ബൈ സൈഡ് വെച്ചിട്ട് നമുക്ക് വായിച്ചു നോക്കാം. എന്നിട്ട് നമുക്ക് അംഗീകരിക്കുക ഇതിൽ തിരുത്തുണ്ടോ മാറ്റത്തെറ്റിലുണ്ടോ എന്ന്. ഇന്ന് ഈ ഖുറാൻ ഇല്ല. ഈ ഉസ്മാൻ്റെ ഖുറാൻ ഇന്നില്ല. ഇവരുടെ ഹദീസുകൾ ഈ ട്രഡീഷൻ പറയുന്നതല്ലാതെ ഉസ്മാൻ ഈ ഖുറാൻ ഇല്ല. ഹദീസുകളിൽ പറയുന്നത് ഉസ്മാൻ ഈ ഖുറാൻ എഴുതിയിട്ട് ഏറ്റവും കുറഞ്ഞ 5 പ്രോവിൻസിൽ ഇദ്ദേഹം അയച്ചു കൊടുത്തു. കൈറോയിൽ, ദമാസ്കസിൽ, അതുപോലെ 5 പ്രോവിൻസിൽ ഇത് അയച്ചു കൊടുത്തു. എവിടെയാ ഖുറാൻ? ആ ഉസ്മാനി ഖുറാൻ എവിടെ? അത് പ്രസൻറ്റ് ചെയ്യൂ ആദ്യം. അത് പ്രസൻറ്റ് ചെയ്യാൻ ഇമാരുടെ കയ്യിലില്ല. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അത് വെറും കെട്ടുകഥയാണ്. ഉസ്മാനി ഖുറാൻ ഉസ്മാൻ ഉണ്ടാക്കിയെന്ന് പറയുന്നത് വെറും കെട്ടുകഥയാണ്. അന്ന് 652 AD അങ്ങനെ ഒരു ഖുറാൻ ഉണ്ടായിട്ടില്ല. അതാണ് വാസ്തവം. പിന്നെ നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് ഇന്ന് കുറേ സമർക്കാൻഡ്, സന എന്ന് പറഞ്ഞൊക്കെ കുറേ മാനുസ്ക്രിപ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ മാനുസ്ക്രിപ്റ്റ് ഇന്നത്തെ ഖുറാനും എടുത്ത് നോക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖുറാൻ്റെ നമുക്ക് ലഭ്യമായിരിക്കുന്ന മാനുസ്ക്രിപ്റ്റുകൾ ഇന്നത്തെ ഖുറാൻ്റെ അറബിക് സ്ക്രിപ്റ്റിലല്ല എഴുതിയിരിക്കുന്നത്. അത് പഴയ ക്ലാസിക്കൽ അറബിക് സ്ക്രിപ്റ്റിലാണ് തൂഫി സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റിലാണ് അത് എഴുതിയിരിക്കുന്നത്. അതായത് ഇന്നത്തെ ഒരു അറബി തലകുത്തി നിന്ന് കഴിഞ്ഞാലും ഈ സന മാനുസ്ക്രിപ്റ്റോ ഈ ബർഹിമ മാനുസ്ക്രിപ്റ്റോ ഈ ഒരു മാനുസ്ക്രിപ്റ്റും ഇദ്ദേഹത്തിന് വായിക്കാൻ പറ്റത്തില്ല. ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഇന്നത്തെ അറബി, ജനിച്ചു വളർന്ന ഒരു അറബി, എന്ത് അറബിയാണെന്ന് പറഞ്ഞാലും ഈ പറയുന്ന സന മാനുസ്ക്രിപ്റ്റ് ഒരു മാനുസ്ക്രിപ്റ്റും അദ്ദേഹത്തിന് വായിക്കാൻ പറ്റത്തില്ല. അതാണ് അന്നത്തെ അറബി സ്ക്രിപ്റ്റും ഇന്നത്തെ അറബി സ്ക്രിപ്റ്റുമാണ് തമ്മിലുള്ള വ്യത്യാസം. കാരണം എന്ന് പറഞ്ഞാൽ അത് അരാമിക്ക് അറിയാവുന്ന ഒരുത്തിന് മാത്രമേ അത് വായിക്കാൻ പറ്റത്തുള്ളൂ. അറബിക്ക് അറിയാവുന്ന ഒരുത്തിന് വായിക്കാൻ പറ്റത്തില്ല. അതിനകത്ത് ഇന്നത്തെ കൺസണൻസ് ഇല്ല. കൺസണൻസും അതായത് കുത്തും കോമയില്ല. അറബിക്കിനകത്ത് 3 കുത്താണുള്ളത്. ഈ 3 കുത്ത് വരുമ്പോഴത്തേന് ആ 3 കുത്ത് കൊണ്ട് വെറും 6 ലെറ്ററിനെ ഇവർക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ 6 ലെറ്റർ ഇവർക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. 23 ലെറ്റേഴ്സ് ഉള്ളതിനകത്ത് പിന്നെ 26 ലെറ്റേഴ്സ് അറബിക് ലെറ്റേഴ്സ് വരുന്നത് കുത്തും കോമയും ഉള്ളത് കൊണ്ടാണ്. അത് ഇല്ലാതെ ഇന്നൊരു അറബിക്ക് ഈ അറബിക് ലാംഗ്വേജ് വായിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഖുറാനകത്ത് ആരാണ് ഈ കുത്തും കോമയും ആഡ് ചെയ്തത്? കാരണം ഈ കുത്ത് മേളിൽ പോകുന്നു താഴെ വരുമ്പോൾ ഈ വാക്കിന് ഭയങ്കര വ്യത്യാസമാണ് ഉണ്ടാകുന്നത്. അറബിക്കിൽ ഓരോ കുത്ത് എവിടെ പോകുന്നു അതനുസരിച്ച് ഈ വാക്കിന് വ്യത്യാസമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ആരാണ് ഇട്ടത്? ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരു ഖുറാനിക് മാനുസ്ക്രിപ്റ്റിലും ഈ പറയുന്ന ഡയക്രിറ്റിക്കൽ മാർക്കോ കൺസണൻസോ ഇല്ല. പിന്നെ ആരിട്ടു ഇന്നത്തെ ഖുറാനകത്ത്? അപ്പോൾ അന്ന് അവർ ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താണ്, ഇന്നത്തെ അർത്ഥം എന്താണ്? അതാണ് പ്രശ്നം. അവിടെയാണ്
ഡാൻ ബ്രൂബേക്കറിന്റെ പോലെയുള്ള സ്റ്റഡീസ്, PhD സ്റ്റഡീസ് നമുക്ക് വരുന്നത്. ആ സ്റ്റഡീസ് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇന്നത്തെ ഹഫ്സ് ഖുറാനും ഈ പറയുന്ന സന മാനുസ്ക്രിപ്റ്റും ഒക്കെ തമ്മിൽ ഏകദേശം 4000 തൊട്ട് 9000 ഡിഫറൻസ് ആണ്. അതായത് ചുമ്മാ ഒരു വാക്കിന്റെ വ്യത്യാസമൊന്നുമില്ല, ഭയങ്കര അർത്ഥ വ്യത്യാസങ്ങളാണ് ഇത് തമ്മിൽ. അപ്പോൾ ഇവർ പറയുന്ന ഈ വാദത്തിന് എന്താണ് പ്രസക്തിയുള്ളത്? ഒരു പ്രസക്തിയുമില്ല. അതാണ് ഇവരുടെ അവസ്ഥ. പിന്നെ പോട്ടെ, ഏറ്റവും ഇന്നത്തെ ഖുറാനുമായിട്ട് ഏറ്റവും തട്ടിച്ചു നോക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഈ സന മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഏകദേശം ഒരു 50% ഇന്നത്തെ ഖുറാൻ അതിനകത്ത് വരുന്നുണ്ട്. പക്ഷേ അതിനകത്ത് വരുമ്പോൾ സൂറത്ത് മറിയമുണ്ട്. സൂറത്ത് മറിയം, അതായത് സൂറ 19 കഴിഞ്ഞ് 20 ഇല്ല, 21 ഇല്ല, പിന്നെ 21 ഉള്ളു അതിനകത്ത്. അപ്പോൾ ആ 20, 21 ആരെപ്പോൾ അടിയത് ഈ ഇന്നത്തെ ഖുറാനകത്ത്? ഇതാണ് ചോദ്യങ്ങൾ. ഇതൊന്നും ഇവർ പഠിക്കുന്നില്ല. ഇവരൊരിക്കലും ഖുറാനെ ക്രിട്ടിക്കൽ സ്റ്റഡി നടത്തുന്നില്ല. ഖുറാനായിട്ട് ചുമ്മാ ക്രിട്ടിക്കൽ സ്റ്റഡി നടത്താതെ എവിടെയോ മദ്രസയിൽ ഏതോ പൊട്ടനായിട്ടുള്ള ഏതോ മദ്രസ പൊട്ടൻ വിളിച്ചു പറഞ്ഞ, ഇവരുടെ പണ്ഡിതൻ എന്ന് പറയുന്ന വിളിച്ചു പറഞ്ഞ ഖുറാൻ ഒരിക്കലും തിരുത്തപ്പെട്ടെന്ന് വിളിച്ചു പറഞ്ഞ അത് അതേപടി കേട്ട് വിശ്വസിച്ച് നമ്മുടെ മുമ്പിൽ വന്ന് ഛർദ്ദിക്കുന്നതല്ലാതെ ഒരു ക്രിട്ടിക്കൽ സ്റ്റഡി ഒരു മുഹമ്മദീയ പണ്ഡിതനും നടത്തുന്നില്ല. ഒരു ഇസ്ലാമിക പണ്ഡിതനും ഖുറാനിനെ ക്രിട്ടിക്കൽ സ്റ്റഡി നടത്തുന്നില്ല. ഒരു ക്രിട്ടിക്കൽ സ്റ്റഡി നടത്താതെയാണ് ഇവർ ഈ ക്ലെയിം വയ്ക്കുന്നത്. ഖുറാൻ ഒരിക്കലും മാറ്റത്തിരുത്തലിന് വിധേയപ്പെട്ടിട്ടില്ല, ഖുറാൻ ഒരിക്കലും കൈകടത്തപ്പെട്ടിട്ടില്ല, ഇത് ഒരിക്കലും മാറ്റപ്പെട്ടില്ലെന്നുള്ള ഈ വീരവാദം ഇവർ മുഴക്കുന്നത് ഒരൊറ്റ സ്റ്റഡി നടത്താതെയാണ്. ഈ സ്റ്റഡി നടത്തുന്ന ആരാണ്? ഇന്ന് ക്രിസ്ത്യാനികളാണ് ഈ ക്രിട്ടിക്കൽ സ്റ്റഡി നടത്തുന്നത്. ഈ ക്രിട്ടിക്കൽ സ്റ്റഡി നടത്തുമ്പോൾ എന്താണ് നമ്മൾ കാണുന്നത്? ഭൂമിയിൽ ഒരു ഖുറാൻ അല്ല. ഇവരിന്ന് ഉപയോഗിക്കുന്ന ഹഫ്സ് ഖുറാൻ എന്ന് പറയുന്ന ഖുറാൻ എന്ന് പറഞ്ഞാൽ വെറും 100 വർഷം പഴക്കേ ഉള്ളൂ. ഒരു ഖുറാൻ അല്ല. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? 8, 9 നൂറ്റാണ്ടുകളിൽ വരുമ്പോഴത്തേന് ഓരോരുത്തർ അവരവർക്ക് ഇഷ്ടമുള്ള ഖുറാൻ അങ്ങ് എഴുതി ഉണ്ടാക്കുകയാണ്. ചുമ്മാ അങ്ങ് എഴുതി ഉണ്ടാക്കുകയാണ്. എന്നിട്ട് നമുക്കറിയാം, ഈ പറയുന്ന കൈറോയിലും ബാസ്രയിലും ഡമാസ്കസിലും ഒക്കെ എത്രമാത്രം സ്റ്റുഡൻസ് ഉണ്ടോ ആ സ്റ്റുഡൻസിന്റെ പോപ്പുലാരിറ്റി അനുസരിച്ചാണ് അവരെഴുതുന്ന ഖുറാന്റെ പോപ്പുലാരിറ്റി. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് പിന്നീട് ഇത് സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ വരുന്നുണ്ട്. ഒരു ഹിസ്റ്റോറിയൻ പറയുന്നത് ഒരു സമയത്ത് ഏകദേശം 1000 ഡിഫറൻറ്റ് ഖുറാൻസ് ഉണ്ടായിരുന്നാണ് പറയുന്നത്. 1000 ഡിഫറെൻറ്റ് ഖുറാൻസ്. അത് നമുക്ക് ഡോക്ടർ അർമാനിയുടെ പുസ്തകമുണ്ട്, ഇസ്ലാം ഇൻ ദ ലൈറ്റ് ഓഫ് ഹിസ്റ്ററി. ആ പുസ്തകത്തിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്നത് മേ ബി ദാറ്റ്സ് എ വെരി ലിബറൽ കാൽക്കുലേഷൻ, ബട്ട് വൺ ഹിസ്റ്റോറിയൻ സെഡ് ഇൻ അറ്റ് ടൈം ഓഫ് 9th century there were 1000 ഡിഫറെൻറ്റ് ഖുറാൻസ്. അതായത് ചുമ്മാ അങ്ങ് എഴുതി ഉണ്ടാക്കുവാണ്. ഇത് ഖുറാൻ മറ്റേന്ന് പറഞ്ഞ് ചുമ്മാ പല പുസ്തകങ്ങളിൽ നിന്ന് കഥകൾ എടുത്ത് ഇതങ്ങ് എഴുതി ഉണ്ടാക്കുവാണ് ഈ സംഭവം. അത് കഴിഞ്ഞ് ഒട്ടോമാൻ എംപയർ വരുമ്പോഴത്തേനാണ് ഇതൊരു സ്റ്റാൻഡേർഡൈസേഷനിൽ വരുന്നത്. ആ സ്റ്റാൻഡേർഡൈസേഷൻ വരുമ്പോൾ ഇവരെങ്ങനെയാണ് ഖുറാൻ തിരഞ്ഞെടുക്കുന്നത്? നമ്മൾ എങ്ങനെയാണ് ഒരു പുസ്തകം ആധികാരിക പുസ്തകമാണെന്ന് തിരഞ്ഞെടുക്കുന്നത്? നമ്മൾ തിരഞ്ഞെടുക്കുന്ന പാതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ കാനോനൈസേഷൻ നടന്നു. നമ്മുടെ കാനോനൈസേഷൻ നടക്കുമ്പോൾ നമ്മൾ എന്താണ് നമ്മൾ നോക്കുന്നത്? നമ്മൾ നോക്കുന്ന പറഞ്ഞാൽ ഫസ്റ്റ് സെഞ്ച്വറി ചർച്ച് എന്ത് യൂസ് ചെയ്തോ അതാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ നോക്കുന്ന പറഞ്ഞാൽ ഏറ്റവും പഴകിയ മാനുസ്ക്രിപ്റ്റ് നമുക്ക് കിട്ടുമോ ആ മാനുസ്ക്രിപ്റ്റും ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന തമ്മിൽ നോക്കും. അതാണ് ക്രിട്ടിക്കൽ സ്റ്റഡി എന്ന് പറഞ്ഞാൽ. അത് നോക്കിയിട്ട് ആ ഫസ്റ്റ് സെഞ്ച്വറിയുടെ എത്രയും അടുത്ത് കിടക്കുന്നു അതാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. സ്റ്റാൻഡേർഡൈസേഷൻ നടക്കുന്നത്, കാനനൈസേഷൻ നടക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ അതല്ല. ഇസ്ലാം എങ്ങനെയാണ് ഒരു ഖുറാനെ എടുക്കുന്നത്? ഇപ്പോൾ ഹഫ്സ് എന്ന് പറഞ്ഞ ഖുറാൻ ഇവരെങ്ങനെയാണ് തിരഞ്ഞെടുത്തത്? അതായത് ഒരു പണ്ഡിതൻ്റെ കീഴിൽ ഏറ്റവും വിദ്യാർത്ഥികൾ എത്ര കൂടുതലുണ്ടോ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുള്ള ആ ഖുറാനാണ് ഇവർ മെയിൻ ഖുറാൻ. അല്ലാതെ ഈ 7ാം സെഞ്ച്വറിയിൽ ഉണ്ട് അല്ലെങ്കിൽ 8ാം സെഞ്ച്വറിയിൽ എന്താണോ അതല്ല ഇവരെടുക്കുന്നത്. അങ്ങനെ ബേസിസിലല്ല, പോപ്പുലാരിറ്റിയുടെ ബേസിലാണ് ഇവർ ഖുറാൻ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ഒട്ടോമാൻ തിരഞ്ഞെടുത്ത ഖുറാനാണ് ഹഫ്സ് ഖുറാൻ എന്ന് പറഞ്ഞ ഖുറാൻ. മനസ്സിലായോ? അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ 1924 ആയപ്പോഴത്തേന് കെയ്റോയിലെ അൽ-അക്സ യൂണിവേഴ്സിറ്റിയിൽ ഈ ഖുറാനിക് സ്റ്റഡി അല്ലെങ്കിൽ ഇസ്ലാമിക് ഇതിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ, എത്യോപ്യയിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ ഈ കൈറോ യൂണിവേഴ്സിറ്റിയിൽ അവർ എക്സാം ഇടുമ്പോൾ അവരൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പല രാജ്യത്തിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ പല ഉത്തരമാണ് ഒരൊറ്റ ചോദ്യത്തിന് ചോദിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു അതെങ്ങനെ ശരിയാ? അപ്പോൾ അവർ നോക്കിയപ്പോൾ പല രാജ്യത്തിൽ നിന്ന് വരുന്ന കുട്ടികൾ ഉപയോഗിക്കുന്ന പല ഖുറാനാണ്. എത്യോപ്യയിൽ നിന്ന് വരുന്നവൻ കാലൂൻ ഉപയോഗിക്കുന്നു, വർഷ് ഉപയോഗിക്കുന്നു, സൗദി അറേബ്യയിൽ നിന്ന് വരുന്നവൻ ഹഫ്സ് ഉപയോഗിക്കുന്നു, ടർക്കിയിൽ നിന്ന് വരുന്നവൻ വേറെ ഖുറാൻ ഉപയോഗിക്കുന്നു.
എല്ലാവരും ഉപയോഗിക്കുന്ന പല ഖുറാനാണ്. അതുകൊണ്ട് ഇവർ കൈറോ യൂണിവേഴ്സിറ്റി ഒരു ചോദ്യം ചോദിച്ചാലും ഉത്തരം പലതാണ്. അങ്ങനെ വന്നപ്പോഴത്തേന് ഇവർക്ക് ഇത് മനസ്സിലായപ്പോൾ ഇവർ 1924 മുഹമ്മദ് എന്ന് പറഞ്ഞൊരു മനുഷ്യനെ, അവിടെ ഉണ്ടായിരുന്ന ഒരു ഇസ്ലാമിക് സ്കോളറിനെ ഏൽപ്പിച്ചു. അതായത് ഈ ടെക്സ്റ്റ് സ്റ്റാൻഡേർഡൈസ് ചെയ്യണം, അതായത് ഒരു ഒറ്റ ടെക്സ്റ്റ് ആക്കണം ഖുറാൻ എന്ന് പറഞ്ഞു. അതിൻ്റെ ബേസിൽ അദ്ദേഹം തിരഞ്ഞെടുത്താണ് ഹഫ്സ് ഖുറാൻ. അപ്പോൾ അദ്ദേഹം തിരഞ്ഞെടുത്തതിൻ്റെ ബേസ് എന്താണ്? ക്രിട്ടിക്കൽ സ്റ്റഡി നടത്തിയിട്ടല്ല, വീണ്ടും ക്രിട്ടിക്കൽ സ്റ്റഡി നടത്തിയിട്ട്, അതായത് ഖുറാൻ ഏറ്റവും പഴകിയ ഖുറാൻ, അതായത് ഇന്നത്തെ സന മാനുസ്ക്രിപ്റ്റോ ബ്രങ്ങിമ മാനുസ്ക്രിപ്റ്റോ ആ മാനുസ്ക്രിപ്റ്റ് അനുസരിച്ചുള്ള ഒരു ഖുറാൻ അല്ല ഇദ്ദേഹം തിരഞ്ഞെടുത്തത്. പിന്നെ എന്തിൻ്റെ ബേസിലാണ്? പോപ്പുലാരിറ്റിയുടെ ബേസിലാണ്. അതായത് ഒട്ടോമാൻ അവർ തിരഞ്ഞെടുത്ത ഖുറാൻ ഹഫ്സാണ്, ഇതാണ് ഏറ്റവും പോപ്പുലർ, ഇന്നും ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഖുറാൻ എന്ന ബേസിൽ ഹഫ്സ് ഖുറാൻ തിരഞ്ഞെടുത്തു. എന്നിട്ട് ഇവരെന്താണ് ചെയ്തിട്ടുള്ളത്? എന്നിട്ട് ഇവർ അവർക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ മാനുസ്ക്രിപ്റ്റും എടുത്തു. ഈ മാനുസ്ക്രിപ്റ്റ് എടുത്തിട്ട് ഈ ഖുറാൻ എഡിറ്റ് ചെയ്തു. അതായത് ഈ ഖുറാനകത്ത് ഇല്ലാത്തത് ആഡ് ചെയ്തു, ഈ മാനുസ്ക്രിപ്റ്റിനകത്ത് അങ്ങനെ എഡിറ്റ് ചെയ്തു. അങ്ങനെ എഡിറ്റ് ചെയ്തത് ഏകദേശം 66 ഡിഫറെൻറ്റ് മാനുസ്ക്രിപ്റ്റ് എടുത്തിട്ട് ആ മാനുസ്ക്രിപ്റ്റ് അനുസരിച്ച് എഡിറ്റ് ചെയ്തിട്ടാണ് 1924 ഈ കൈറോ യൂണിവേഴ്സിറ്റി ഇന്നത്തെ ഖുറാൻ, ഇന്ന് ഇവർ ഉപയോഗിക്കുന്ന ഹഫ്സ് ഖുറാൻ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത്. എന്നിട്ട് ഇവരെന്ത് ചെയ്തു? അന്ന് കൈറോ യൂണിവേഴ്സിറ്റി ഇരുന്ന ബാക്കി എല്ലാ ഖുറാനുകളും, അതായത് കാലൂൺ ഖുറാൻ, വഷ് ഖുറാൻ, അങ്ങനെയുള്ള സകല ഖുറാനും എടുത്ത് നൈൽ നദിയിൽ ഒഴുക്കിക്കളഞ്ഞു. ഈ മണ്ടന്മാരുടെ ബുദ്ധിക്കകത്ത് ആ കൈറോ യൂണിവേഴ്സിറ്റിയിലെ ഖുറാൻ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഖുറാൻ സ്റ്റാൻഡർഡൈസ് ചെയ്യുമെന്നാണ് ഈ മണ്ടന്മാർ വിചാരിച്ചിരുന്നത്. ബാക്കി ലോകത്ത് പോപ്പുലാരിറ്റി ആയിട്ടുള്ള ഒന്നും ഈ മണ്ടന്മാർക്ക് അറിയത്തില്ല. പക്ഷെ അതിൻ്റെ ഫലമായിട്ട് പിന്നീടുള്ള യൂണിവേഴ്സിറ്റി എക്സാമിൽ അവിടെ വന്ന് പഠിക്കുന്ന പിള്ളേർ ഒരേ ഉത്തരം തരുന്നത് അവർ കണ്ടപ്പോൾ ഇവർക്കൊരു കാര്യം മനസ്സിലായി, ഇത് ഫലപ്പെടുന്നുണ്ട്. അങ്ങനെ ഈജിപ്റ്റ് ആദ്യമായിട്ടും ഹഫ്സ് ഖുറാൻ ഒഫീഷ്യൽ ഖുറാനായിട്ട് ഇത്, ബാക്കി ഖുറാനുകളെല്ലാം അവർ നിരോധിച്ചു. അതിനുശേഷം ഓരോ രാജ്യങ്ങളും വന്ന് അവസാനം 1986 സൗദി അറേബ്യ ഹഫ്സ് ഖുറാൻ ഒഫീഷ്യൽ ഖുറാനാക്കി ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഓർക്കണം, 86 എത്ര വർഷം പഴക്കമുണ്ട്? ഇത്രയും വർഷമുള്ളൂ ഈ ഖുറാൻ്റെ പഴക്കം എന്ന് പറഞ്ഞാൽ. ഈ ഖുറാൻ്റെ പഴക്കം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഈ ഖുറാൻ്റെ അവസ്ഥ. ഈ അവസ്ഥയിൽ നിന്നിരിക്കെ ഇതൊന്നും പഠിക്കാതെയാണ് നമ്മുടെ അടുത്ത് വന്ന് ഈ വീരവാദം മുടക്കുന്നത്. ഇതാണ് ഇവരുടെ അവസ്ഥ. അത് മാത്രല്ല ഇവർ അഫ്സ് ഖുറാൻ അക്സെപ്റ്റ് ചെയ്യും, പക്ഷെ അഫ്സ് ശരിയ ഹദീസൊന്നും അക്സെപ്റ്റ് ചെയ്തില്ല. അതെന്നാ നിങ്ങൾ ഐഡിയ ഉണ്ടോ? മുസ്ലിംസിനോടാ ചോദ്യം. അഫ്സിന്റെ ഹദീസ് എല്ലാം റിജക്ട് ചെയ്യും, നിങ്ങള് ട്രസ്റ്റഡ് അല്ലെന്ന് പറഞ്ഞ്. ഒരു മിനിറ്റ് അനീഷ്, ഒരു മിനിറ്റ്. നല്ലൊരു ഒരു ലെസൺ ആണ് നമുക്ക് ബ്രദർ തന്നത്. ആദ്യം അതിനെ അപ്രീഷിയേറ്റ് ചെയ്യട്ടെ. ദിസ് ഈസ് നോട്ട് ഈസി. നമ്മളിങ്ങനെ വെറുതെ വന്ന് പറയുന്നതല്ല അബ്രഹാം ബ്രദർ. വളരെ വർഷങ്ങളുടെ പഠനവും ആ പഠനമെല്ലാം സംഗ്രഹിച്ചിട്ടുള്ള ഇത്ര നല്ലൊരു ക്ലാസ് നമുക്ക് തന്നതിന് നമുക്ക് ആദ്യം ബ്രദറിനെ അപ്രീഷിയേറ്റ് ചെയ്യാം. അപ്പോൾ എപ്പോഴും ഇവിടെ നന്നായിട്ട് ഇങ്ങനെ ക്ലാസ് പഠിച്ചിട്ട് ക്ലാസ് എടുക്കുന്നവരെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം സഹോദരൻ. അത് കഴിഞ്ഞിട്ടാകാൻ ചോദ്യം. ഓക്കെ, താങ്ക് യു അബ്രഹാം ബ്രദർ. റിയലി പലപ്പോഴും രാജാ ബ്രദറും താങ്കളും ഇങ്ങനെ വളരെ ഇതെല്ലാം PhD മെറ്റീരിയൽ ആണ്. ചിന്താ ജെറോമിന്റെ PhD പോലെ വാഴക്കുല PhD അല്ല ഇത്. ദിസ് ഈസ് ദ ട്രൂത്ത്. അപ്പോ നമ്മൾ ഇതൊക്കെ നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കണം, കാരണം നമുക്കും അവസരം വരും. വി ഷുഡ് ഓൾസോ ലേൺ. താങ്ക് യു. ഇനി അനീഷ് സംസാരിച്ചോളൂ. ഗോ ഹെഡ് ആൻഡ് ആസ്ക് ദ ക്വസ്റ്റ്യൻ. അല്ല, എനിക്ക് ഇത്രയും ഉള്ളതാണ് സംസാരിക്കാൻ. ബേസിക്കലി ഇവർ ഹഫ്സിന്റെ എല്ലാ ഹദീസ് റിജക്ട് ചെയ്യും, പക്ഷെ ഹഫ്സ് ശരിയാറില്ല, ഖുറാൻ അക്സെപ്റ്റ് ചെയ്യും. അത് മാത്രമേ ഉള്ളൂ. ഭയങ്കര വലിയൊരു കോൺട്രഡിക്ഷൻ അല്ല അത്. ഇത്രേ ഉള്ളൂ. തീർന്നു. താങ്ക് ഈ യു സിസ്റ്ററെ ഒരു ചോദ്യം കൂടെ. എബ്രാം ബ്രദർ ഫ്രീ ആണോ? ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഇവര് ഈ ഇപ്പം ഞാൻ മുമ്പേ ചോദിച്ചതിന്റെ ഉത്തരവാണ് ഇപ്പം എബ്രാം ബ്രദർ പറഞ്ഞ. താങ്ക്സ്. വളരെ ഇത് റെക്കോർഡഡ് ആണെന്ന് തോന്നുന്നു. ഞാനിത് പലർക്കും അയച്ചു കൊടുക്കാനായിട്ട് ഞാൻ സേവ് ചെയ്ത് വെക്കും. എന്റെ ചോദ്യം, ഇവരുടെ ഹദീസുകളുണ്ടല്ലോ, ഈ ഹദീസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറിയാവുന്നവർക്ക് ആർക്കും പറയാം. കാരണം മുഹമ്മദിന്റെ ജീവിതചര്യകള്, അവര് എന്ന് പറയുന്ന അവരുടെ വലിയ ആളുടെ ഒരു ജീവിതചര്യകളും ഇതൊക്കെയല്ലേ ഹദീസുകള്. ഈ ഹദീസുകളിനകത്ത് ഇവരെന്തുകൊണ്ട് എന്ന് പറഞ്ഞ സഹീ ആയിട്ടുള്ള ഹദീസുകൾ, സഹീ മുസ്ലിം, സഹീ ബുഖാരി, അങ്ങനെയുള്ള 4-5 ആൾക്കാരുടെ ഹദീസുകളുണ്ട്. ഇവർക്ക് ഇത് ഈ ഒരു ആളുടെ, ഒരു നോർമൽ ഒരാളുടെ ജീവിതമായിട്ട്
കോൺട്രഡിക്ടറി ആയിട്ട് വന്നിട്ടല്ലേ ഇവർക്ക് ഇതൊക്കെ തള്ളിക്കളയേണ്ടി വരുന്നത്. അത് വേറെ ആരെങ്കിലും പുറത്തുനിന്ന് എഴുതി കയറ്റിയതാണോ? അത് എങ്ങനെയാ ഇത് വന്നത്? അല്ല, ഹദീസിന്റെ ചരിത്രം ഇതിലും രസമാണ് സഹോദര. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ അനീഷ് ബ്രദറും തോമസ് ബ്രദറും പറഞ്ഞു, കാരണം നമ്മൾ ഈ ഹബ്സിന്റെ ഹദീസ് എടുക്കാൻ പാടില്ല. പക്ഷേ നമ്മൾ ഈ ഹദീസിന്റെ ചരിത്രം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇതും സെയിം കേസാണ്. ഇതിന്റെ മാനുസ്ക്രിപ്റ്റ് നമുക്ക് വേണം. ഈ ഇവരുടെ ഏറ്റവും ഓതന്റിക്കേറ്റ് ആയിട്ട് പറയുന്നത് സഹി അൽ മുസ്ലിം, ബുക്കാരി. ഈ ബുക്കാരിയുടെ ഏറ്റവും ഓൾഡസ്റ്റ് മാനുസ്ക്രിപ്റ്റ് വരുന്നത് 11th സെഞ്ചുറിയാണ്. 11th സെഞ്ചുറിക്ക് മുമ്പ് ഈ ഹദീസുകൾ എഴുതപ്പെട്ടു എന്ന് ഇവർക്ക് തെളിയിക്കാൻ പറ്റത്തില്ല. പോട്ടെ, അതിന്റെ ഏറ്റവും അവസാനത്തെ 2 എഡീഷൻസ്, 7, 8, അതായത് 8, 9, ലാസ്റ്റ് 2 എഡീഷൻസ് അതിന്റെ മാനുസ്ക്രിപ്റ്റ് വരുന്ന 15th സെഞ്ചുറിയാണ്. ഈ 15th സെഞ്ചുറി ഇരുന്ന് എഴുതിയിട്ടാണ് ഈ ഹദീസുകൾ 8ാം സെഞ്ചുറി അല്ലെ 9ാം സെഞ്ചുറി രേഖപ്പെടുത്തുന്ന ഇവർ ഈ പറയുന്നത്. ഇവർ പറയുന്നത് മുഴുവൻ കള്ളത്തരങ്ങളാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ ഇത് എന്താണ് ഈ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഇടുക്കി ഡാം പണിതിരിക്കുന്നത് 2 മലകളാണ്. അതിന്റെ പേരിൽ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. എന്താ, കുറുവൻ മലയും 2 അതിന്റെ പേരിൽ കുറെ ഐതിഹ്യങ്ങളുണ്ട്. 2 പേര് അവിടെ ഇരുന്ന് ഇങ്ങനെ ഉണ്ട്. അപ്പം അവിടെ നമ്മളൊരു 100 വരെ അല്ലെങ്കിൽ 150, 200 വർഷം നമ്മൾ പുറകോട്ട് പോകാമെന്ന് വയ്ക്കുമോ, ഈ 2 പറയുന്ന വ്യക്തികളെ കുറിച്ച് അവിടെ ഐതിഹ്യങ്ങളുണ്ട്. അവരെക്കുറിച്ച് ഒരു നാടോടി കഥയുണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ അവരുടെ തമ്മിലുള്ള സംസാരങ്ങൾ, ഇങ്ങനെ ഒരു ക്യാരക്ടർ ഇല്ല, ചുമ്മാ നാടോടി കഥകളിലുള്ള ഇതാണ് സെയിം തിങ് ആണ് ഹദീസ്. ഇത് മുഹമ്മദിനെ ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പ്രചരിച്ചിരുന്ന നാടോടി കഥകളാണിത്. ഇത് മനുഷ്യർ ഇങ്ങനെ പറഞ്ഞ് നാടോടി കഥകൾ ഒരു മനുഷ്യൻ ചുമ്മാ ഇതാന്ന് പറഞ്ഞ് ഇങ്ങനെ രേഖപ്പെടുത്തിയാണ് ഈ ഹദീസുകൾ. അല്ല, ഇതിനകത്തൊന്നും ഒരു ഹിസ്റ്റോറിസിറ്റി ഇല്ല, ഒരു വാസ്തവമില്ല. ഇതിനൊന്നും വാസ്തവമില്ലാത്ത കാര്യമാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഖുറാൻ പഠിക്കണം. കാരണം ഖുറാനകത്ത് മുഹമ്മദ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഇല്ല ശരിക്കും. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാലേ ഹദീസിന്റെ പൊള്ളത്തരം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. കാരണം ഈ മുഹമ്മദ് എന്ന് പറഞ്ഞ ക്യാരക്ടർ 720 AD ശേഷം ഡെവലപ്പ് ചെയ്തൊരു ക്യാരക്ടറാണ്. ഇങ്ങനെ ഒരാൾ ശരിക്കും ചരിത്രത്തിലില്ല, ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നിട്ടില്ല ചരിത്രത്തിൽ. 720 ശേഷം ആണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടാകുന്നത്. 749 അബാസിഡ്സ് ഭരണത്തിൽ വന്നതിന് ശേഷമാണ് മുഹമ്മദ് എന്ന് പറയുന്ന ആളെ കുറിച്ചുള്ള റിയൽ ഇത് തുടങ്ങുന്നത്. നമ്മൾ ഓർക്കണം, ഈ ഈ ഹദീസുകളാകട്ടെ ഇതെല്ലാം രേഖപ്പെടുത്തിയ സ്ഥലങ്ങളെന്ന് പറഞ്ഞ ഇസ്ലാമിക് റൂളിന്റെ അണ്ടറിലുള്ളതാണ്. അപ്പോൾ അവരുടെ വിശ്വാസത്തിനെതിരെ ആരും ഒന്നും എഴുതത്തില്ല. ഈ മുഹമ്മദ് എന്ന് പറഞ്ഞ മനുഷ്യനില്ല. അതിന്റെ യഥാർത്ഥ ചരിത്രം ഒരാൾക്ക് എഴുതാൻ പറ്റത്തില്ല. എഴുതി കഴിഞ്ഞാൽ അവന്റെ ജീവൻ തീർന്നു. മനസ്സിലായി കഴിഞ്ഞില്ലേ? അവരുടെ വിശ്വാസം ഏതോ ആ വിശ്വാസത്തിനെ കുറിച്ച് അല്ലാതെ എഴുതുന്നത്. ഈ രാജാക്കന്മാർ എന്തു പറയുന്നു അത് മാത്രമായി രേഖപ്പെടുത്താനല്ലാതെ അതിന്റെ എതിരെ ഒരാൾക്ക് രേഖപ്പെടുത്താൻ പോലും കഴിയത്തില്ല. അബാസിഡ്സ് അവരുടെ ഭരണത്തെക്കുറിച്ച് പറയുന്നെന്ന് പറഞ്ഞാൽ അവരുടെ കോർട്ടിൽ ഒരാൾ എപ്പോഴും ഒരു കാർപ്പറ്റ് ഉണ്ട്, ആ കാർപ്പറ്റിൽ ഒരാൾ ഊരിപ്പിടിച്ച വാളുമായിട്ട് ഒരാൾ എപ്പോഴും നിൽക്കും. അതായത് ഈ രാജാവിന്റെ വിശ്വാസത്തിനെതിരെയോ ഈ മുഹമ്മദിനെതിരെയോ ആരെങ്കിലും ആ കോർട്ടിൽ അവരുടെ നാവെടുത്ത ഉടനെ തല വെട്ടുകയാണ്. ചോദ്യമില്ല, ഉത്തരമില്ല. അങ്ങനെ ഒരാൾ എപ്പോഴും ഈ രാജാവിന്റെ ദർബാർ ഹാളിൽ എപ്പോഴും പ്രസന്റ് ആയിരിക്കുന്നതാണ് ഈ അബ്ബാസിഡ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാഷ്ട്രത്തിന്റെ കീഴിൽ ഭരണം ഉണ്ടായിരിക്കുമ്പോൾ അവർ പറയുന്നത് രേഖപ്പെടുത്തുന്നതല്ലാതെ ഇതിൻ്റെ ഒന്നും യാഥാർത്ഥ ചരിത്രങ്ങളല്ല ഈ വരുന്നത്. അതാണ് ഹദീസുകളുടെ ഇതെന്ന് പറഞ്ഞാൽ. ഇതൊക്കെ പറയുന്ന ഇതെല്ലാം വെറും കെട്ടുകഥകളാണ് സഹോദരന്മാരെ. പോട്ടെ, ഇതിന്റെ എവിഡൻസ് എന്താണ്? ഈ ബുക്കാരിയുടെ യഥാർത്ഥ കിട്ടുന്ന നമുക്ക് ഏതാണ്? 11th സെഞ്ചുറി എന്നാണ് നമുക്ക് കിട്ടുന്നത്. അതും പോട്ടെ, ഈ ബുക്കാരി എവിടെയാണ് ജീവിച്ചിരുന്നത്? ഇദ്ദേഹം എവിടെ നിന്നാണ് ഇത് എഴുതുന്നത്? ഇവരുടെ വിശ്വാസപ്രകാരം മുഹമ്മദിനെ കുറിച്ചാണ് എഴുതുന്നതെങ്കിൽ ഇദ്ദേഹം മെക്കയിൽ വന്ന് മെക്കയിലെ ആൾക്കാരോട് അല്ലെങ്കിൽ മദീനയിലെ ആൾക്കാരോട് ചോദിച്ചിട്ടല്ലേ എഴുതുന്നത്. പക്ഷെ ഈ അദ്ദേഹം ഒരിക്കൽ പോലും ഇവിടെ വന്നിട്ടില്ല. ഇദ്ദേഹം എവിടെ നിന്നാണ് ഇത് എഴുതുന്നത്? കൈറോ അല്ലെ ബാസ്രയിൽ നിന്നാണ് ഇദ്ദേഹം എഴുതുന്നത്. ഇദ്ദേഹം ബുക്കാരി, ഇന്നത്തെ തജസ്കിസ്ഥാനിലുള്ള ബുക്കാര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചത്. എന്നിട്ട് ഡമാസ്കസിൽ നിന്നാണ് ഇത് എഴുതുന്നത്. ഇതെങ്ങനെയാണ് ഡമാസ്കസിൽ നിന്ന് ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞ് 300 വർഷം കഴിഞ്ഞ് ഇതുപോലെ ഇങ്ങനെ ഇദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞ് ഇത് കിട്ടുന്നത്? ഇത് ഈ മുഹമ്മദിന്റെ പേരിൽ ആൾക്കാർ പറഞ്ഞു നടക്കുന്ന നാടോടി കഥകളാണ്. അതായത് നമ്മുടെ കുറുവൻ മലയെ അവർ തമ്മിലുള്ള സംസാരം, അവിടുത്തെ നാടോടി ആൾക്കാർ തമ്മിൽ പറഞ്ഞു നടക്കുന്ന പോലെ ഒരു കെട്ടുകഥയിലുള്ള ഒരു മനുഷ്യന്റെ അദ്ദേഹം ഇത് ചെയ്തെന്ന് പറയുന്ന നാടോടി കഥകളാണ് ഇവർ ചരിത്രം എന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിൽ കൊണ്ട് പ്രസന്റ് ചെയ്യുന്നത്.
അപ്പൊ അബ്രഹാം ബ്രദറ് ഖുറാനെയും കബറടക്കി ഹദീസിനെയും കബറടക്കി. ഇനി വല്ലതും ഉണ്ടോ കബറടക്കാൻ? അടുത്ത ചോദ്യം ചോദിച്ചാൽ അടുത്തതും കൂടെ കവറടക്കേണ്ടി വരും. ചോദിക്കട്ടെ, ഇവര് ഈ ഫത്തിക്കൽ മൊയ്ൻ എന്നൊക്കെ പറഞ്ഞ പുസ്തകങ്ങളില്ലേ എബ്രഹാം ബ്രദറെ, അതൊക്കെ ആരൊക്കെ എഴുതി വെച്ചത്? പിന്നെ വന്നവര് നമുക്ക് ഫത്തിക്കൽ മൊയ്ൻ എന്തുവാ